ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും വലിയ പെരുന്നാളൊക്കെ? അടിപൊളിയായില്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വലിയ പെരുന്നാൾ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ തന്നെ പള്ളിയിൽ പോകാനുള്ളവരൊക്കെ പോയിട്ടുണ്ട്. ഉപ്പയും മക്കളൊക്കെ കൂടി പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമുക്ക് 7:30ക്കാണ് പെരുന്നാൾ നിസ്കാരം വരുന്നത്. അപ്പോൾ ഒരു 7:15 ആകുമ്പോഴത്തേനും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവർ പള്ളിയിൽ പോയതിന് ശേഷം പിന്നെ ഞാനും ഉമ്മയും കൂടിയിട്ട് നേരെ കിച്ചണിൽ കയറിയിട്ടാ. ഇനിയിപ്പോൾ അവർ വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ചായയുടെ പണികളൊക്കെ കഴിക്കണം. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. കാരണം അവർ വരുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ റെഡി ആയിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഉച്ചയ്ക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ പലഹാരത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ചിക്കൻ കറി വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അബിക്ക് ഇന്ന് രാവിലെ പുട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പുട്ട് അവന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവർക്കും പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ചായപ്പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ഉമ്മയും കുളിക്കാൻ വേണ്ടി പോയത്. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർ പള്ളിയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായയും ചോറും ഒക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ പതിവ് തെറ്റിച്ചില്ല. എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞു. അതിനുശേഷം ഇനി ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്. നമ്മൾ ചിക്കൻ കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റം ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് 4 പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ തന്നെ 4 ലെഗിൻ്റെ പാർട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അങ്ങനെ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളിതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കേട്ടോ. ഒരു 5-6 വർഷം മുൻപായിട്ട് അന്ന് ഉണ്ടാക്കിയപ്പോൾ ഇത് നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ്. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ മസാല മാത്രം ഇട്ട് വേവിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ സവാളൊക്കെ വഴറ്റിയിട്ട് അത് റെഡിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിക്ക് നമ്മൾ പയറാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയാം സാദാ ചോറ് തന്നെയുണ്ട്. സാദാ ചോറും കറികളും അതിൽ കൂടെ ബീഫും ചിക്കനും ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പാക്ക് എന്തായാലും സാദാ ചോറ് വേണം. അപ്പോൾ പിന്നെ 2 തരത്തിൽ വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ റെഡിയാക്കിയത്. പിന്നെ ഉപ്പേരിക്കും നമ്മൾ പയർ തലേന്ന് തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പയറും ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ തലേന്ന് തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുമ്പോൾ നമുക്ക് ആ ഒരു പെരുന്നാളിൻ്റെ അന്നുള്ള പണികളൊക്കെ കുറച്ച് ഈസിയാവും. പെരുന്നാളിൻ്റെ അന്നല്ല, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്ക് പിടിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ മുൻകൂട്ടി റെഡിയാക്കി വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇക്കാടെ അനിയനും മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങനെയാണ് പോകാറുള്ളത്. അപ്പോൾ പെരുന്നാൾ തലേന്ന് നമ്മുടെ ഷാലുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. കേക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് കേക്ക് ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നാണ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 1/2 kg ചോക്ലേറ്റ് ട്രഫിളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ പിന്നെ അത് ഇവരൊക്കെ വന്നതല്ല, അനിയനും മോനൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കിറ്റ്കറ്റൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കിറ്റ്കറ്റ് തലേന്ന് അബിയും പിന്നെ മക്കളൊക്കെ കൂടി പോയി വാങ്ങിച്ചതാണ്. അതിൽ നിന്ന് കുറച്ചൊക്കെ അവർ ഇടക്കുന്തലൊക്കെ എടുത്ത് കഴിച്ചിട്ട് കിറ്റ്കറ്റ് തികഞ്ഞില്ല കേട്ടോ. കേക്കിനെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാനത്. അപ്പോൾ ഇതാണ് കേട്ടോ അനിയൻ്റെ മോനാണ്. അനിയൻ്റെ മൂത്ത മോനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ക്യാരം ബോർഡ് കളിക്കുകയാണ്. അങ്ങനെ ഷാലുവിൻ്റെ അതേ കേക്ക് കട്ട് ചെയ്യാണ്. 3 പേരും കൂടി നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ആദ്യമൊക്കെ ഇവർക്ക് കേക്കിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ കഴിച്ചിട്ട് ഇപ്പോൾ പണ്ടത്തെ കേക്കിനോടുള്ള ആ ഇഷ്ടമൊക്കെ പോയിട്ടാണ്. ഇപ്പോൾ കിട്ടിയാൽ കഴിക്കും, അത്ര തന്നെ. അല്ലാതെ വല്ലാണ്ടുള്ള ആ ഒരു കൊതിയൊന്നും ഇപ്പോൾ കേക്കിനോടില്ല കേട്ടോ. അതിപ്പോൾ കുട്ടികൾക്കും ഇല്ല, എനിക്കും ഇല്ല. അങ്ങനത്തെ ഒരു ഇതായിരിക്കണം കേട്ടോ. കാരണം നമ്മൾ വീട്ടിലെപ്പോഴും ചെയ്യണതല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ നമ്മൾ വീട്ടിൽ പുറത്തുനിന്ന് ഓർഡർ വരുമ്പോൾ സമയത്ത് നമ്മൾ ചെറുതായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ആ കേക്കിനോടുള്ള വലിയ ആ ഒരു ഇതൊക്കെ പോയിരിക്കണം കേട്ടോ. വലിയൊരു കൊതിയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ 1/2 kg വാങ്ങിച്ചത്. 1/2 kg വാങ്ങിച്ചാലും അതിൻ്റെ പകുതി തീർന്നിട്ടുള്ളൂ. പകുതി ഇപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്കാടെ അനിയന്.
അപ്പോൾ ആൾക്ക് വേറെ 2 മക്കൾ കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ പള്ളിയിലേക്ക് വരുന്ന കാരണം അവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികളാണ്, പെൺകുട്ടികളാണ് കേട്ടോ 2 പേരും. ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഷാലു എനിക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മർത്ത് വന്നിരുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവർ, പിമ്മിയും പിന്നെ അവരൊക്കെ കൂടിയിട്ട്. ഇപ്പോൾ അത് അനിയന് ഇച്ചുവിൻ്റെ കൂടെ ഇരുന്നിട്ട് ക്യാരം ബോർഡ് കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവരോട് സംസാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ പോയിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഞാനിത് വീണ്ടും അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പപ്പടമൊക്കെ പൊരിച്ച് വയ്ക്കുന്നുണ്ട്. ഉമ്മ അവിടെ വേറെ ഓരോ പണികളിലാണ് കേട്ടോ. അതിനിടയ്ക്ക് ഉമ്മക്ക് ഇങ്ങനെ ഓരോ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മയുടെ അനിയത്തിമാർ വിളിക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ മാമിമാരും ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണ് പിന്നെ ചത്ത പോലെയാണ്, അങ്ങനെ ആരും വിളിക്കാനും ഇതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തിടുന്നുണ്ട്. പിന്നെ ഒപ്പുറത്തിരിക്കണത് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളം 3/4 ഭാഗത്തോളം വറ്റിച്ചെടുക്കും. 3/4 ഭാഗത്തോളം എന്നല്ല, അത്യാവശ്യം നല്ല രീതിക്ക് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ചിക്കന് നന്നായി വേവ് വേണം. അതിനുശേഷം ഞാൻ ചിക്കന് ആ ഒരു ഗ്രേവിയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും ഗ്രേവി ആയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. അങ്ങനെ ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട്. ഇനി നമുക്കൊരു സ്പെഷ്യൽ മസാല ചെയ്യാനായിട്ട് കേട്ടോ. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ചോറിൽക്കൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു ഇത് മാത്രം മതി, ഈ ഒരു ഡിഷ് മാത്രം മതിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചോറായാലും പിന്നെ അതുപോലെ തന്നെ സാദാ ചോറും നെയ്ച്ചോറ് പിന്നെ പൊറോട്ട അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ദേ ഇത്രയും ഗ്രേവി ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അത് നമുക്കിനി ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഗ്രേവി എടുത്തിട്ട് ആ ചിക്കൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ഗ്രേവി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് നമ്മുടെ ബീഫ് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളികേരക്കൊത്തും ചെറിയുള്ളിയും സവാളും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചട്ടി നോക്കണ്ട കേട്ടോ. ചട്ടിയുടെ കാലൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ട് ഒന്ന് ഇതായിട്ടുണ്ട്. കുറച്ച് പഴയത ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ. അപ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ്. അപ്പോൾ ഷാലുവിന് നിർബന്ധമായിരുന്നു കേട്ടോ നാളികേരക്കൊത്തിട്ടുള്ള ബീഫ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ താല്പര്യപ്രകാരമാണ് കേട്ടോ ഇങ്ങനെ നാളികേരക്കൊത്തിട്ടത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സാധാ ബീഫ് ഇങ്ങനെ നല്ല വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കിഷ്ടം തന്നെയാണ്. നാളികേരക്കൊത്തിട്ടാലും ഇട്ടില്ലെങ്കിലും അതിഷ്ടം തന്നെയാണ്. അങ്ങനെ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടേബിളിൽ കൊടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ആ ചിക്കനിൻ്റെ ബാക്കി പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം വറുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുന്തിരി വറുത്തെടുക്കുന്നുണ്ട്. ബദാം ഞാൻ എടുത്തത് അണ്ടിപ്പരിപ്പ് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബദാം എടുത്ത് വറുത്തത്. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് തന്നെ കുറച്ച് സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് സവാള ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് ചേർക്കാനുള്ളത്. അല്ലാതെ വഴറ്റിയെടുക്കുന്നല്ല ചെയ്യേണ്ടത്. നമ്മൾ എണ്ണയിൽ നല്ല രീതിക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ 2 വട്ടമായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. പിന്നെ ഞാൻ കുറച്ചിവിടെ പച്ചമുളകും ഇഞ്ചും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ളതും അതുപോലെ ചെറുതൊക്കെ ആയിട്ടുള്ള ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ബോട്ടിൽ കണ്ട ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ വെള്ളമാക്കി വെച്ചിട്ടാണ് കുടിക്കുന്നത്. ഇത് ടൈം അനുസരിച്ച് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. പക്ഷേ ടൈമൊന്നും ശരിക്കും നമുക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാനതിൽ വെള്ളമാക്കിയിട്ടാണ് അപ്പോൾ കുടിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ പോയിട്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രിപ്പ് കയറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ നല്ല കൂടുതലായിട്ട് കയ്യിൽ ചെറുതായിട്ട് വീർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ഗ്ലൂക്കോസ് കയറ്റുന്ന സമയത്ത് കൈ അനങ്ങിയിട്ട് നല്ല രീതിക്ക് ബ്ലോക്കൊക്കെ വന്നിട്ട് നല്ല നീരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൈൻ്റെ മുകളിൽ. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേന് അബി പുറത്ത് പോയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചിക്കനിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിക്കൊപ്പം തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വേവിക്കാം, അതല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് അതൊന്ന് വഴന്ന് കിട്ടും. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക കേട്ടോ. അപ്പോൾ അബി പുറത്ത് പോയിട്ട് ഇത് കണ്ടപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു വന്ന കേട്ടോ. നല്ല പേസ്റ്റാണ് കേട്ടോ. 5 രൂപ വരുന്നുള്ളൂ. പക്ഷേ നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കില്ലേ,
അതേ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവന് അത് കണ്ടപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ഇല്ലേ, അത് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതി ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 4 സവാള എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിലത്തെ പകുതിയാണ് നമ്മൾ ഈ ഒരു മസാലയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കനില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മസാല നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ചൂടാറിയത് കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ മുൻകൂട്ടി വേവിച്ച് വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ ചൂടോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളല്ലേ, അത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ബദാമില്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബദാം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് വരുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതന്. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഒരുപാട് ഐറ്റം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് നിമിഷം ഷാലു പറഞ്ഞു എനിക്ക് നെയ്ച്ചോറ് വേണം പറഞ്ഞപ്പോൾ ഞാൻ 1 കപ്പ് അരി എടുത്തിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാം, പിന്നെ കുറേശ്ശെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയ തട്ടിക്കൂട്ടിയതാണ് കേട്ടോ ഒരു നെയ്ച്ചോറ്. അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് നെയ്ച്ചോറ് എടുത്ത് ആദ്യം നെയ്ച്ചോറും ചിക്കനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. അതിനുശേഷം പിന്നെ സാദാ ചോറും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാദാ ചോറ് കഴിച്ചപ്പോഴും ഈ ഒരു ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പായസം പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ അടുത്ത ഒരു വീട്ടിൽ പറഞ്ഞതാണ്, അപ്പോൾ അവർ ചെയ്തു തന്നാണ് കേട്ടോ. ഒരു 1.5 ലിറ്റർ പരിപ്പ് പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് കഴിച്ച് അതിൻ്റെ മുകളിൽ ഈ ഒരു പായസം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നിട്ട് നല്ല ക്ഷീണം തോന്നും നമ്മുടെ ഈ ഒരു പെരുന്നാൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. കാരണം വയറ് ഫുള്ളായി കഴിക്കണതല്ലേ. പക്ഷെ നമുക്ക് കിടക്കാനുള്ള നേരമൊന്നും ഉണ്ടായില്ല. വൈകുന്നേരം മാമൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി പുറത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയതിന് ശേഷം മാമൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പൊന്നാനി കർമ്മ റോഡിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പിന്നെ ഈ ഒരു ദിവസം ഉപ്പിയുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. എന്താണാവോ ആൾ പോരാൻ പറഞ്ഞു നോക്കുമ്പോൾ വലിയ തടസ്സമൊന്നും പറയാതെ ഞങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു. ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ കയറാനൊക്കെ. മക്കൾക്ക് പേടിയാണ് ബോട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ. പിന്നെ എനിക്ക് താല്പര്യമില്ല, മക്കൾക്കൊന്നും താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ബോട്ടിലൊന്നും കയറാൻ നിന്നില്ല. കുറച്ച് നേരം അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പൊന്നാനി ഹാർബറിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ അതിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പയും അനിയനും മക്കളൊക്കെ കൂടിയിട്ട് ആ ഒരു ബോട്ടിലൊക്കെ കയറി. ഞാനും ഉമ്മയും കയറിയില്ല കേട്ടോ. ഉമ്മനോട് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ ഒരു പേടി, അതിങ്ങനെ കിടന്ന് ആടി കളിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഇനി വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ കയറാൻ വേണ്ടി നിന്നില്ല. ഇവരൊക്കെ കുറച്ച് നേരം അതിൽ കയറി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഇവർ പിന്നെ അത് തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ പോകുന്നത് മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയിട്ട് ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ കൂറ്റനാട് എത്തിയപ്പോൾ KRൽ കയറിയിട്ടാണ്, KR ബേക്ക് ഹൗസ് കൂറ്റനാടുള്ള. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുഡ് കോർട്ട് സെപ്പറേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. നമ്മൾ ബേക്കറിയിൽ പോകുന്നതല്ലാതെ ഫുഡ് കോർട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ എന്തായാലും ഫുഡ് കോർട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ നിന്ന് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയതാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ജ്യൂസും പിന്നെ ഷേക്ക്, സൂപ്പ് ഇതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മാമൻ്റെ വീട്ടിലേക്ക് പോയിട്ടാ. മാമൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മാമി അവിടെ നല്ല അടിപൊളിയായിട്ട് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ എനിക്ക് ഈ ജ്യൂസിൻ്റെ മീതെ കൂടെ ബൂസ്റ്റ് കൂടെ ചെന്ന് നോക്കുമ്പോൾ രണ്ടാളും കൂടിയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാവരോടും കൂടിയിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, ആ ഒരു ഹാപ്പി മൊമെൻറ്റിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്നപ്പോൾ മാമിയുടെ മാക്സിയൊക്കെ വാങ്ങിച്ചിട്ടു.
ഇനിയിപ്പോൾ പോകാൻ നേരത്ത് മാറ്റിയാൽ മതിയല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ മാമി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷവായി അൽഫാമൊക്കെ ഉണ്ടായിരുന്നു. നന്നായി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ഏട്ടാ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് സാധാ ചോറൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. പോരാൻ സമയമായപ്പോൾ മാമി മൈലാഞ്ചിയൊക്കെ ഇട്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റാനും നിന്നില്ല ഏട്ടാ. ഇനി ഈ ഒരു നൈറ്റോട് കൂടിയിട്ട് തന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. വണ്ടിയിലല്ലേ. അങ്ങനെ നമ്മുടെ കൂടപ്പുറപ്പായിട്ടുള്ള വെള്ളം കുപ്പീനൊക്കെ എടുത്തിട്ട് എല്ലാവരോടും ടെറ്റ പറഞ്ഞ് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.